പൂരാടം നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി മാസം സാമ്പത്തിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്ന കാലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്നതിനൊപ്പം മുടങ്ങിക്കിടന്ന ധനാഗമന മാർഗങ്ങൾ പുനരാരംഭിക്കാനും ഈ മാസം സാധിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും കഴിയുന്ന ഈ സമയം നിക്ഷേപങ്ങൾക്കും ബിസിനസ് വളർച്ചയ്ക്കും ഏറെ അനുയോജ്യമാണ്. ഗ്രഹങ്ങളുടെ സ്ഥാനം, തൊഴിൽ, ബിസിനസ്, നിക്ഷേപം, ചെലവുകൾ, കടബാധ്യതകൾ, പുതിയ വരുമാന സ്രോതസ്സുകൾ, കുടുംബ ബഡ്ജറ്റ്, സമ്പാദ്യം എന്നിവയെല്ലാം വിശദമായി ചർച്ച ചെയ്യാം. ധനുരാശിയുടെ ഭാഗമായി വരുന്ന പൂരാടം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനും ദേവത ജലദേവനുമായ വരുണനുമാണ്. പൂരാടം നക്ഷത്രക്കാർ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും ലക്ഷ്യബോധമുള്ളവരും പ്രായോഗിക ബുദ്ധിയുള്ളവരും സ്ഥിരതയുള്ളവരുമാണ്. ഇവർക്ക് നല്ല ആശയവിനിമയ ശേഷിയും കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിക്കാനുള്ള കഴിവും ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ചിലപ്പോൾ റിസ്കുകൾ എടുക്കാൻ മടിക്കാത്തവരും എന്നാൽ കൂടുതൽ ദൂർത്തടിക്കാൻ താല്പര്യമില്ലാത്തവരും ആകാം. ദീർഘകാല നിക്ഷേപങ്ങളോടും സാമ്പത്തിക ഭദ്രതയോടും ഇവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാകും. വരുമാനത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാകുമെന്നും സാമ്പത്തിക ഭദ്രത കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കാം. ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇതൊരു നല്ല തുടക്കമാകും. നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം കൃത്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശമ്പള വർധനവ്, ബിസിനസ്സിൽ നിന്നുള്ള ലാഭം അല്ലെങ്കിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ എന്നിവയിലൂടെ ഇത് സംഭവിക്കാം. ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ സ്ഥിരതയുള്ളതാകും. അപ്രതീക്ഷിതമായ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഭാവി കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. ഭാഗ്യവും വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതിയും കാരണം ലോട്ടറി, പാരമ്പര്യ സ്വത്ത്, മുൻപ് ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കുക, അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണത്തിന്റെ ഒഴുക്ക് നല്ല നിലയിലായിരിക്കും. സാമ്പത്തികമായ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ സാധിക്കും. നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ശമ്പള വർധനവ് ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രകടനവും ഉത്തരവാദിത്ത ബോധവും മേലധികാരികൾ അംഗീകരിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ മാസ വരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും. നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച ശമ്പള പാക്കേജുകളോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ അവസരങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കരിയറിൽ ഒരു വലിയ വഴിത്തിരിവായേക്കാം. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിലും ജോലികളിലും മികച്ച വിജയം നേടാൻ കഴിയും. ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരത്തിനും സാമ്പത്തികപരമായ ഉന്നതിക്കും വഴിയൊരുക്കും. നിങ്ങളുടെ നേതൃത്വപരമായ കഴിവുകൾ പ്രശംസിക്കപ്പെടും. നിങ്ങളുടെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസുകളോ ഇൻസെന്റീവുകളോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് നിങ്ങളുടെ മാസ വരുമാനത്തിന് ഒരു അധിക സ്രോതസ്സായി മാറും. ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്കും കൺസൾട്ടന്റ്മാർക്കും ഈ മാസം പുതിയ ക്ലയന്റുകളെ ലഭിക്കാനും വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും സാധിക്കും. ഇത് വരുമാനത്തിൽ കാര്യമായ വർധനവ് വരുത്തും. നിങ്ങളുടെ പ്രായോഗിക ബുദ്ധി ഇതിന് സഹായകമാകും. ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളോ തുറന്നു കിട്ടാം. ഇത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. പുതിയ സംരംഭങ്ങൾക്കും നിലവിലുള്ള ബിസിനസ് വിപുലീകരണത്തിനും ഇത് വളരെ അനുകൂലമായ സമയമാണ്. ലാഭകരമായ പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും. ദീർഘകാലത്തേക്ക് പ്രയോജനകരമായ ഡീലുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ്. പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. പുതിയ വിപണന തന്ത്രങ്ങളും പരസ്യരീതികളും പരീക്ഷിക്കുന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും. ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും സാധിക്കും. നിങ്ങളുടെ ആശയവിനിമയ ശേഷി ഈ മേഖലയിൽ വളരെ പ്രയോജനകരമാകും. ചില ബിസിനസ് ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ബിസിനസിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നൂതനമായ ആശയങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നത് വഴി വലിയ വിജയം നേടാൻ സാധിക്കും. നിങ്ങളുടെ പ്രായോഗികമായ സമീപനം വിജയത്തിലേക്ക് നയിക്കും. ചിലർക്ക് സർക്കാർ പദ്ധതികളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ബിസിനസ് വികസനത്തിനുള്ള സഹായങ്ങളോ ഗ്രാന്റുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിനായി ശ്രമിക്കുന്നത് ഗുണകരമാകും. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ്. ഹ്രസ്വകാല നിക്ഷേപങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. ഭൂമി, കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ്. മികച്ച വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങാനും വലിയ ലാഭത്തിൽ വിൽക്കാനും സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളിലും നിക്ഷേപിക്കാൻ നല്ല സമയമാണ്. സ്വർണം, വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. ഈ ആസക്തികളുടെ മൂല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും.
മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകും. മുൻപ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ നിക്ഷേപ അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും. ഇവയെക്കുറിച്ച് പഠിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. വിദേശ നിക്ഷേപങ്ങൾക്കും സാധ്യതയുണ്ട്. സ്ഥിര നിക്ഷേപങ്ങളിലും മറ്റുറപ്പായ വരുമാനം ലഭിക്കുന്ന പദ്ധതികളിലും നിക്ഷേപിക്കുന്നത് സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ആവശ്യങ്ങൾ, വാഹന റിപ്പയർ, വീടിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ്. വരുമാനം വർദ്ധിക്കുമ്പോൾ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കും അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. മിതത്വം പാലിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തും. ശുക്രന്റെ സ്വാധീനം ഈ പ്രവണതയെ വർദ്ധിപ്പിക്കാം. കൃത്യമായ ഒരു ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുകയും അത് പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. നിങ്ങളുടെ വരുമാനം, ചെലവുകൾ, നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക. വീടുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾക്കോ മെച്ചപ്പെടുത്തലുകൾക്കോ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വത്തിന് മൂല്യം വർദ്ധിപ്പിക്കും. നിങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാം. ഇതൊരു നല്ല നിക്ഷേപമായി കണക്കാക്കാവുന്നതാണ്. പുതിയ കടങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ വേണം. വർദ്ധിച്ച വരുമാനം കടങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും. അത്യാവശ്യമില്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദങ്ങൾക്കോ വേണ്ടി കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കണം. നിങ്ങളുടെ നിലവിലുള്ള കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ലോൺ ഏകീകരണം പോലുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും സഹായിക്കും. സ്ഥിരതയുള്ള വരുമാനം കടങ്ങൾ അടച്ചു തീർക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും. നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം ഇവിടെ പ്രധാനമാണ്. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇത് നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ ഒരു അധിക വരുമാനം നൽകും. നിങ്ങളുടെ കഴിവുകൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഇത് നല്ല സമയമാണ്. നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള പുതിയ ബിസിനസ് ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ധൈര്യമായി മുന്നോട്ട് പോവുക. എന്നാൽ എല്ലാ വശങ്ങളും പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും തുറന്നു സംസാരിക്കുക. ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാക്കും. എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഭാവി ആവശ്യങ്ങൾക്കോ വേണ്ടി പണം നീക്കിവെക്കാൻ ഇത് നല്ല സമയമാണ്. വിദ്യാഭ്യാസ വായ്പകളെക്കുറിച്ചോ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതികളെക്കുറിച്ചോ ചിന്തിക്കാം. ഭവന വായ്പകളോ മറ്റു ദീർഘകാല കടങ്ങളോ വേഗത്തിൽ അടച്ചു തീർക്കാൻ ശ്രമിക്കുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തും. എപ്പോഴും അടിയന്തര ഫണ്ട് സൂക്ഷിക്കുന്നത് അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കും. കുറഞ്ഞത് 3-6 മാസത്തെ ചെലവുകൾക്കുള്ള തുക അടിയന്തര ഫണ്ടായി കരുതി വെക്കുന്നത് നല്ലതാണ്. സ്വന്തമായി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. വീട് നിർമ്മാണത്തിനുള്ള പദ്ധതികൾ ആരംഭിക്കാനും സാധിക്കും. വിരമിക്കൽ കാലത്തേക്കുള്ള പെൻഷൻ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. എത്രയും നേരത്തെ നിക്ഷേപം ആരംഭിക്കുന്നത് നല്ലതാണ്. ആരോഗ്യപരമായ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് പോളിസി അത്യാവശ്യമാണ്. ഇത് അപ്രതീക്ഷിത ചികിത്സാ ചെലവുകളിൽ നിന്ന് സംരക്ഷണം നൽകും. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രന്റെ അനുഗ്രഹം ലഭിക്കാൻ ശുക്രമന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും അർച്ചനകളും നടത്താം. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമാകും. ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീക്കാനും പുതിയ സംരംഭങ്ങളിൽ വിജയം നേടാനും സഹായിക്കും. ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴം അനുകൂലമായ സ്ഥാനത്തായതിനാൽ വ്യാഴപ്രീതിക്കായി വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ധനുരാശിയുടെ ദേവനായ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും സാമ്പത്തിക ഭദ്രതയും നൽകും. ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്താം. പൂരാടം നക്ഷത്രത്തിന്റെ ദേവതയായ വരുണനെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും. നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളിൽ ഒരു ഭാഗം സാമൂഹിക സേവനങ്ങൾക്കായി വിനിയോഗിക്കുന്നത് ആത്മസംതൃപ്തി നൽകുകയും കൂടുതൽ നല്ല ഫലങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ജ്യോതിഷപരമായ കാര്യങ്ങൾക്കപ്പുറം നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും വിജയത്തിലേക്കുള്ള പ്രധാന താക്കോലുകളാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോവുക. ആത്മവിശ്വാസത്തോടെയുള്ള ചുവടുവെപ്പുകൾ പൂരാടം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം വലിയ വിജയങ്ങൾ സമ്മാനിക്കും. പണം കൈകാര്യം ചെയ്യുന്നതിൽ അച്ചടക്കം പാലിച്ചാൽ ഈ നേട്ടങ്ങൾ ദീർഘകാലം നിലനിർത്താൻ സാധിക്കും. വരുമാനത്തിൽ കാര്യമായ വർധനവ്, തൊഴിൽ, ബിസിനസ്, നിക്ഷേപ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ദീർഘകാല സാമ്പത്തിക ആസൂത്രണങ്ങൾക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും ഇത് മികച്ച സമയമാണ്. ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തിക തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും. ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും പൂരാടം നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.